പ്രിയ പ്രവാസി സ്നേഹിതരെ, പ്രവാസിയായി വിദേശത്ത് വസിക്കുന്ന വ്യാധിയുടെ വർത്തമാനം. ഞാൻ രാജു രാമകൃഷ്ണൻ. അവസാന ഭാഗം വരെ കേൾക്കുവാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരാതികൾ പതിവിലും വേഗം ഒഴിവാക്കി പരമാവധി ഒതുങ്ങി ജീവിക്കുവാൻ പഠിച്ച പ്രവാസി, പാതിരാവോളം പണിയെടുത്ത് പകൽ ചൂടിൻ്റെ ക്ഷീണവും പേറി പട്ടിണി കിടക്കുവാൻ പഠിച്ച വിദേശി, പരാതികൾ ഒട്ടുമില്ലാതെ പരാധീനതകൾക്കൊരവസാന വാക്കായി അടച്ചുറപ്പുള്ള എൻ്റെ കൊച്ചു ഓലക്കുടിലിൽ നിന്നും പ്രവാസഭൂമിയുടെ ചുട്ട മണലാരുണ്യത്തിൽ അമ്പരചുംബികളായ കൊട്ടാരങ്ങൾക്കടിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ കൗമാര യൗവനകാലത്തിലെ കഥകൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കുന്ന നാളുകൾ ഓർക്കുമ്പോൾ, കിഴക്കേ ചക്രവാളസീമ കീറിമുറിച്ച് കടന്നു വരുന്ന ചെമ്പട്ട് പുതച്ച ചുവന്ന സൂര്യകിരണങ്ങളെ കണ്ട് ആസ്വദിക്കുവാനും അവസരം ലഭിക്കാതെ പോയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ വിധി എന്ന പാഠപുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അവിടെ തുടങ്ങുന്ന ജീവിതവും ജീവനുമാണ് പ്രാണനെ പിരിയാതെ പ്രിയപ്പെട്ട പ്രവാസത്തെ കൂട്ടായി കൂടെ കൂട്ടിയത്. പ്രവാസിയായി വിദേശത്ത് വസിക്കുന്ന വ്യാധിയുടെ വർത്തമാനം. കാലങ്ങൾ കഴിഞ്ഞേറെയും കിനാക്കളെല്ലാം കൊഴിഞ്ഞു വീണിട്ടും മങ്ങലേൽക്കാതെ മിത്രമായി ചേർന്നൊട്ടി നിൽക്കുന്ന പേരാണ് പേർഷ്യക്കാരനെന്ന് പേര് എൻ്റെ പേരിനോടൊപ്പം ഓമന പേരുകൂടി ചേർത്ത് മനോഹരമായി മിനുക്കി ഒരുക്കി പ്രവാസി എന്ന നാമത്തിലിപ്പോൾ വിളിപ്പേരുമായി. പ്രയാസങ്ങൾ അകറ്റുവാൻ പ്രവാസലോകം പ്രാപിച്ചവരെ വാനോളം പുകഴ്ത്തി വർണ്ണങ്ങൾ വിതറിയ അക്ഷരങ്ങളിൽ ആലേപനം ചാർത്തി ആഡംബരങ്ങളിലൂടെ നടുവിലൂടെ പ്രവാസിയെ പണക്കാരനെന്ന ചിത്രത്തിൽ ചാലിച്ച് ചേർത്ത് നിർത്തുന്നു. കാറ്റിലാടി ഉലയുന്ന മരച്ചില്ല മറിയുമെന്ന് അറിയാവുന്നവർ അത് മുറിച്ചു മാറ്റാതെ മറുനാട്ടിലേക്ക് സന്ദേശമയച്ച് പ്രവാസിയുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നാട്ടുകൂട്ടം നമ്മെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുകയാണ്. വിധിയുടെ നെടുവീർപ്പുമായി വിശ്രമിക്കുന്ന പ്രവാസിയുടെ മുന്നിലേക്ക് കൈകൂപ്പി കണ്ണീരോടെ വാവിട്ട് നിലവിളിക്കുന്നവരുടെ വേദന, വിധിയെ ഓർത്ത് വിലപിച്ച് നീറിപ്പുകയുന്ന പ്രവാസിയുടെ മുന്നിലേക്ക് കൈകൂപ്പിയാൽ കൈവിടാതെ ചേർത്ത് പിടിക്കുവാൻ പ്രവാസികൾക്കേ കഴിയൂ. ഇത്രയേ ഉള്ളു പ്രവാസമെന്ന് ഉറപ്പിച്ച് ഇനി ശിഷ്ടകാലം നാട്ടിൽ കഴിയാമെന്നിരിക്കെ പ്രാണൻ പൊലിഞ്ഞു പോയാലോ? ആരാലും അറിയപ്പെടാത്ത പ്രവാസിയുടെ ശ്വാസം നിലച്ച ശരീരം കാണുവാൻ ചിലർ തിരക്ക് കൂട്ടും, മറ്റു ചിലർ കാണുവാൻ പോലും നിൽക്കില്ല. വന്ന് എല്ലാവരെയും മുഖം കാണിച്ച് പിരിയും. കൂട്ടത്തിൽ ചിലരാകട്ടെ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുന്നവരാണെങ്കിലോ സുഖവിവരങ്ങൾ അന്വേഷിച്ച് എല്ലാം വിധി എന്ന ദീർഘനിശ്വാസത്തിൽ നടന്നകലും. 6 അടി മണ്ണിൻ്റെ അധിപനായി പൂഴിമൺതിട്ടയുടെ ഉള്ളറകളിലേക്ക് പുതുപ്രവാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അന്ത്യവിശ്രമത്തിനായി പോകുമ്പോൾ കുഴിമാടത്തിനരികിൽ വരെ യാത്രയാക്കുവാൻ വരുന്നവർ ഭൂരിഭാഗം പേരും പകുതി വഴിയിൽ പിരിഞ്ഞു പോകും. വീട്ടിലവശേഷിക്കുന്ന വേണ്ടപ്പെട്ടവർ വൈകുന്നേരമാകുമ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞ് പിരിയും. വീട്ടുകാരാകട്ടെ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകും. ശ്വാസം നിലച്ച ശരീരം പ്രവാസി പട്ടമണിഞ്ഞ വിദേശിയുടേതാണ്. ആ പ്രവാസി ഈ കുടുംബത്തിലെ അംഗമാണ്. കുട്ടികൾ അധിക ദിവസം കണ്ടിട്ടില്ലാത്ത, വീട്ടിലധിക നാൾ താമസിക്കാത്ത വിദേശിയായ അച്ഛൻ, വൈകുന്നേരങ്ങളിൽ സുഖവിവരങ്ങൾ അന്വേഷിച്ച് വിളിക്കുന്ന കുടുംബനാഥൻ, മാസത്തിൽ കൃത്യമായി വീട്ടിൽ വരുമാനമെത്തിക്കുന്ന കുടുംബനാഥൻ പ്രവാസികൾക്ക് പണമുണ്ടാക്കുവാനും പട്ടിണി കിടക്കുവാനും പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും മാത്രമേ അറിയൂ. പ്രവാസികൾക്ക് പണമുണ്ടാക്കുവാനും പട്ടിണി കിടക്കുവാനും പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും മാത്രമേ അറിയൂ. പ്രവാസ ലോകത്തിലെ ഓരോ പ്രവാസിയോടും വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കണം. പൊലിയുന്ന ഓരോ ജീവനും, പ്രവാസഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും, പട്ടിണി കിടന്ന് പച്ചവെള്ളം കുടിച്ചും കെട്ടിയുയർത്തിയ പടുകൂറ്റൻ മണിമാളികകളുണ്ടല്ലോ, അവിടെ ഒരു ദിവസം പോലും അന്തിയുറങ്ങാൻ കഴിയാതെ അവസാന യാത്രയിൽ നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ ആസ്വദിക്കുവാൻ പോലും കഴിയാതെ അവസാന വാക്കിലെ വരികളിൽ കുറിച്ച ഏതാനും അക്ഷരങ്ങൾ
വെന്ത് വെണ്ണീറാകുവാൻ തീക്കനലിൽ കൂടുതൽ ഊർജം ആളിപ്പടരുമ്പോൾ 6 അടി മണ്ണിൻ്റെ അന്ത്യവിശ്രമത്തിനായി ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രവാസി യാത്രയാകുമ്പോൾ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ഇനി ബാക്കി വച്ച പ്രവാസം, കൂട്ടുകാരായ പ്രവാസിയും. ഓർക്കുക, പ്രവാസിയായി വിദേശത്ത് വസിക്കുന്ന വ്യാധിയുടെ വർത്തമാനം